കോക്കനട്ട് ഓയിൽ ഫാക്ടറിയിൽ നിന്നും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കൊപ്ര ബോട്ടലുകളായും പാക്കറ്റുകളായും നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് സജേട്ടനോട് തന്നെ ചോദിച്ചറിയാം. സജേട്ട, ഇത് നമ്മൾ ഇന്ന് കൊപ്ര അൺലോഡ് ചെയ്ത ഫുൾ ഡ്രൈവ് ഫിനിഷായ കൊപ്രയാണ്. ഇത് നമ്മൾ കട്ടർ വഴി കട്ട് ചെയ്ത് കൺവെയർ വഴി എക്സ്പെല്ലിംഗ് യൂണിറ്റിലേക്ക് എത്തുകയാണ്. ഇതാണ് കൊപ്ര കട്ടർ. ഇതിൻ്റെ അടിയിലാണ് കൊപ്ര കട്ടർ സ്ഥിതി ചെയ്യുന്നത്. ഇത് കൺവെയർ യൂണിറ്റാണ്. ഈ കൺവെയറിലാണ് നമ്മൾ മില്ലിംഗ് യൂണിറ്റിലേക്ക് കൊപ്ര എത്തും. കഷ്ണങ്ങളായി കട്ട് ചെയ്ത് കഷ്ണങ്ങളായി ഇതുവഴി കടന്ന് അങ്ങനെ പോയിട്ട് അവിടെ എത്തിയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇത് ചെറിയ ചെറിയ പീസസായി എക്സ്പെല്ലറിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പീസസായി ഇതിൽ കട്ട് ചെയ്യപ്പെടുകയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. നമ്മൾ അപ്പുറത്തുനിന്ന് നമ്മൾ കൊപ്ര കട്ട് ചെയ്ത് കൺവെയർ വഴി ടാങ്കിലേക്ക് എത്തുന്നത് കണ്ടല്ലോ. ഈ ടാങ്കിൽ സ്റ്റോർ ചെയ്യുന്ന കൊപ്ര നമ്മൾ ആവശ്യം അനുസരിച്ച് ഈ ചൂട്ട് തുറന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ കൺവെയറിലേക്ക് ഇറങ്ങും. ഇതിലേക്ക് ഇറങ്ങി പാത്തിൽ നിന്ന് നേരെ എന്ത് ചെയ്യും, എക്സ്പെല്ലറിൻ്റെ ആ അറ്റത്ത് ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടുന്ന് കട്ടായ തേങ്ങയുടെ പീസുകളൊക്കെ ഈ ടാങ്കിനെ സ്റ്റോർ ചെയ്യും. ഇതിൽ എത്ര കപ്പാസിറ്റി ഉണ്ട്? ഇതിന് 2 ടൺ കൊപ്ര കപ്പാസിറ്റി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനകത്ത്. അതിൽ നിന്ന് ഇതിലേക്ക് വന്നിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നത്? ഇതിന് നേരെ അവിടെ ഇറങ്ങി നേരെ ഈ മെഷീൻ്റെ ഉള്ളിൽ കൂടെ ഇത് പിഴിഞ്ഞ് ഇതിന്റെ വേമിന്റെ ഉള്ളിൽ കൂടെ ശക്തമായിട്ട് ഞെരിഞ്ഞ് അമർത്തപ്പെടും. അപ്പൊ എണ്ണ പിഴിഞ്ഞ് താഴേക്ക് വീഴും. നേരെ പിണ്ണാക്ക് ഈ താഴേക്ക് പോരും. താഴേക്ക് വരുന്ന പിണ്ണാക്ക് നേരെ അടുത്ത കൺവെയർ എടുത്തിട്ട് രണ്ടാമത്തെ മെഷീനിലേക്ക് പോകും. അപ്പൊ അവിടെ നിന്ന് പിണ്ണാക്ക് രണ്ടാമത് ഒന്നുകൂടെ പിഴിയും. അപ്പോ ഇവിടെ നിന്ന് പിഴിഞ്ഞ പിണ്ണാക്ക് രണ്ടാമത് ഈ മെഷീനിലിട്ട് പിഴിഞ്ഞിട്ടാണ് രണ്ടാമത് പിഴിഞ്ഞ ആ പിണ്ണാക്ക് പിന്നെ ഒന്നുകൂടെ പിഴിയുന്ന മൂന്നാമത്തെ മെഷീനിൽ. ആ മൂന്നാമത്തെ മെഷീൻ കഴിയുമ്പോൾ ഒരുവിധം എണ്ണകളൊക്കെ നമുക്ക് മെഷീൻ വഴി പിഴിയാവുന്ന എണ്ണകളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഇതിനകത്ത് 3% മുതൽ ഒരു 8%, 10% വരെ പിണ്ണാക്കിൽ എണ്ണ ഉണ്ടാവും. അതിനെയാണ് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ചെയ്തിട്ട് പിന്നീട് കെമിക്കൽ പ്രോസസ് വഴി പിന്നെ വേർതിരിച്ചെടുക്കുന്നത്. അത് സോപ്പ് കമ്പനിക്കൊക്കെയാണ് മെയിനായിട്ട് പോവുക. പ്രേക്ഷകരെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ വെളിച്ചെണ്ണ എന്തോരം പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് ഒരു മെഷീന് വേറൊരു മെഷീൻ, പിന്നെ അതിൽ നിന്ന് മൂന്നാമതൊരു മെഷീൻ, അതും കഴിഞ്ഞ് പിന്നെ വേറൊരു ഫിൽട്രേഷൻ, ഇങ്ങനെയുള്ള കുറേ പ്രോസസ്സിങ്ങിലൂടെയാണ് ഈ ഒരു വെളിച്ചെണ്ണ ഉണ്ടായിത്തീരുന്നത്. നമുക്കതൊരു സിമ്പിളായിട്ടാണ് ഒരു ബോട്ടിലിൽ കാണുന്നതെന്നുണ്ടെങ്കിലും ഇത്രയും അധികം പ്രോസസ്സിങ് നടന്നിട്ടാണ് ഈ ഒരു വെളിച്ചെണ്ണ പുറത്തേക്ക് വരുന്നത്. ഇവിടെ ഈ ഫാക്ടറിയിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. ഈ വരുന്ന എണ്ണ നമ്മൾ വണ്ണമുള്ള സ്റ്റീലിന്റെ പൈപ്പ് ഉണ്ടോ, 3 മെഷീനിൽ നിന്നും വരുന്ന എണ്ണകൾ ആ പൈപ്പ് വഴി നമ്മൾ അണ്ടർഗ്രൗണ്ട് ടാങ്കിലേക്ക് പോകും. ആ ടാങ്കിൽ നിന്ന് ആ ഫിൽറ്റർ മെഷീനിലേക്ക് ഹൈ പ്രഷറിൽ പമ്പ് ചെയ്യും. അവിടെ കണ്ട പൈപ്പുകളുള്ള അതെ, ആ മെഷീൻ. അപ്പൊ അതിൽ 24 ഷീറ്റ് ക്ലോത്തുകളുണ്ട്. ആ ക്ലോത്തിലേക്ക് ശക്തമായിട്ട് ഈ എണ്ണ പമ്പ് ചെയ്യുമ്പോൾ ഈ എണ്ണയ്ക്കകത്തുള്ള സെഡിമെന്റ്സ്, മട്ട്, കീടങ്ങളൊക്കെ ഇതില്, കീടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണേന്റെ മട്ടിനെ കീടം എന്നാണ് നാടൻ ഭാഷയിൽ പറയാം. അപ്പൊ ആ മട്ട് എന്ത് ചെയ്യും, ശക്തമായിട്ട് അറിയുമ്പോൾ പിന്നെ ഇതിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ തുണിയെ പിടിക്കുകയും ശുദ്ധമായ എണ്ണകൾ നമ്മൾ ആ കണ്ട ടാപ്പിൽ കൂടെ പുറത്തേക്ക് വെച്ച് അതെ അതെ ഫിൽട്രേഷൻ. അത് കെമിക്കൽ പ്രോസസ് അല്ല. ആൾക്കാർ പറയാറുണ്ട് വെളിച്ചെണ്ണ ഫിൽറ്റർ ചെയ്താൽ അതിനെ കട്ടി കുറയുമെന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണയാണ്. ഇതിനകത്തുള്ള നമ്മളെ മട്ട് നമ്മൾ സാധാരണ നാടൻ മില്ലുകളിൽ ചെയ്യുമ്പോൾ ഈ മട്ട് വെച്ചൂറി എടുക്കും. അതായത് സമയം കൊടുത്ത് ഇത് ഊറാൻ സമയം കൊടുക്കും. അതിന് പകരം നമ്മൾ പ്രോസസ്സിൽ കൂടെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മട്ട് നീക്കിയ എണ്ണ അടുത്ത ടാങ്കിൽ സ്റ്റോർ ചെയ്യുന്നു. അവിടെ നമ്മൾ നേരെ പമ്പ് ചെയ്യുന്നു ഓവർഹെഡ് ടാങ്കിലേക്ക്. ആ ടാങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കാണാൻ പോകുന്ന ആ പേക്കിംഗ് മെഷീന്റെ ടാങ്കിലേക്ക് അവിടുന്ന് എല്ലാം കഴിഞ്ഞ് ഫിൽറ്ററിങ്ങും കഴിഞ്ഞ് പൈപ്പ് വഴി മുകളിൽ കൂടെ അവിടുത്തെ ടാങ്കിൽ ചെന്നിട്ട് അവിടുന്ന് പാക്കിംഗ് പ്രോസസ്സിംഗ് ആണ്. നമുക്ക് അത് കണ്ടോടെ അങ്ങോട്ട് നീങ്ങാം.
അവിടുന്ന് ഫിൽറ്റർ ചെയ്ത് ഓവർഹെഡ് ടാങ്ക് സ്റ്റോർ ചെയ്ത എണ്ണ നേരെ നമ്മൾ ഈ പൗച്ച് ഫില്ലിങ് ബോട്ടിൽ ഫില്ലിങ് ടാങ്കിൽ സ്റ്റോർ ചെയ്യും. ഇവിടുന്ന് ആവശ്യമനുസരിച്ച് നമ്മൾ ബോട്ടിലും പൗച്ചസും ഫില്ലിങ് ഇവിടെയാണ് നടക്കുക. അപ്പോൾ നമ്മളിത് ഓട്ടോമാറ്റിക്കായിട്ട് മാനുവലായിട്ടാണ് ബോട്ടിൽ വെച്ച് കൊടുക്കുന്നത്. ബാക്കിയൊക്കെ മെഷീൻ ചെയ്തോളും. ബോട്ടിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി. ഫില്ലിങ് കറക്റ്റ് അളവിൽ ഫില്ലായിക്കോളും. അഡ്ജസ്റ്റബിൾ ആണ്. വലിയ ബോട്ടിലും ചെറിയ ബോട്ടിലും നമുക്ക് അളവ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ 1/2 ലിറ്റർ മുതൽ 5 ലിറ്റർ വരെ ഇതിൽ ഫില്ല് ചെയ്യാം. 5 ലിറ്റർ വരെ ഇതിനകത്ത് ഫില്ല് ചെയ്യാം. അത് കറക്റ്റ് 1/2 ലിറ്റർ ആകുമ്പോൾ കട്ടാവും. 1 ലിറ്റർ ആകുമ്പോൾ കട്ടാവും. അതെ. 2 ലിറ്റർ ഏതാ നമ്മൾ സെറ്റ് ചെയ്യുന്ന അളവ് അതെവിടെ സെറ്റ് ചെയ്യാം? അത് ഈ പിസ്റ്റണിലാണ് സെറ്റ് ചെയ്യുന്നത്. സിസ്റ്റത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. ഡബിൾ പിസ്റ്റൺ ആണത്. ഓരോ പിസ്റ്റണിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് പൗച്ച് പാക്കിംഗ് മെഷീനിലേക്ക് നീങ്ങാം. പൗച്ച് വെക്കുന്നത് കാണാം. ഇതിലേക്ക് നമ്മൾ 500 ml, 1 ലിറ്റർ, 2 ലിറ്റർ ക്യാന് ബോട്ടിൽസ് ഫുൾ ഇതിൽ ഫില്ല് ചെയ്യാം. പിന്നെ അത്യാവശ്യ ഘട്ടത്തിൽ 5 ലിറ്റർ നമ്മൾ 2 സ്റ്റേജായിട്ട് 5 ലിറ്റർ വരെ ചെയ്യാം. വെളിച്ചെണ്ണ ഉൽപ്പാദനത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി ഈ ഒരു എപ്പിസോഡ് കൂടി പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ വണക്കം.